ഗൈസ്, അപ്പം ഇന്ന് മെയ് 2. ആക്ച്വലി എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ പറഞ്ഞിരുന്നത് മെയ് 4-നായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് നല്ല കോൾഡായി ബ്രീത്തിങ്ങിന് ഇഷ്യൂ ഒക്കെ, മൂക്കെല്ലാം അടഞ്ഞു, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ജസ്റ്റ് ഞാൻ ഓർത്തുന്ന ഇവിടെ നിന്ന് മെഡിസിൻസൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകാം എന്നുള്ള സ്കീമിൽ ഞാൻ വന്നായിരുന്നു. പിന്നെ ചെറിയ മൂവ്മെൻറ്റ്സും കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഇവിടെ വന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. കൺസൾട്ടേഷൻ കഴിഞ്ഞ് നമ്മൾ CTG സ്കാനൊക്കെ നോക്കി, ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ കോൾഡൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ജസ്റ്റ് ഇവർ തന്നെ ടേക്ക് കെയർ ചെയ്തോളാം, ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് ബീറ്റൊക്കെ ചെക്ക് ചെയ്യും. അതുകൊണ്ട് അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി. യൂഷ്വലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചെറിയൊരു പിൻപ് വന്നപ്പം ഞാൻ അഡ്മിറ്റ് ആകാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അഡ്മിറ്റ് ആക്കത്തില്ല, വിടുന്നോർത്ത് വന്നതാണ്. പക്ഷേ കറക്റ്റ് ഡോക്ടർ അഡ്മിറ്റ് ആക്കി. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് എന്നെ വീൽ ചെയറിൽ റൂമിലേക്ക് വിട്ടു. നമ്മുടെ റൂം നമ്പർ 107 ആണ്, സെൻറ്റ് മേരീസ് ബ്ലോക്ക്. അപ്പോൾ ഇനി 2 ദിവസം ഇവിടെ ബോറടിച്ചിരിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും കുഞ്ഞുമണീനെ ഇനി പെട്ടെന്ന് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. കറക്റ്റ് ടൈമായപ്പോഴത്തേനും കോൾഡായി. അതിൻ്റെ ഒരു ക്ഷീണമായി. ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കണം ഓർത്തായിരുന്നു. പക്ഷേ ഈ സമയം ഭയങ്കര ക്ഷീണമായി. പിന്നെ ഇവിടെ വന്നവർ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ തന്നപ്പോൾ ഇച്ചിരി ഓക്കെ ആയത്. പിന്നുകൊണ്ട് സെറ്റാകുമായിരിക്കും. പിന്നെ നാളെ ദിവസമുണ്ട്. 4th ഇൻഡ്യൂസ് ചെയ്യും, 5th ചിലപ്പോൾ മിക്കവാറും ഡെലിവറി. കാരണം 3rd ഡോക്ടർ ലീവാണ്. ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നു നോക്കി. അപ്പോൾ ഡോക്ടർ പോയി. കള്ളിപ്പെണ്ണേ, അമ്മേടെ കള്ളിപ്പെണ്ണേ, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമുക്ക് കാണാൻ. ചക്കരക്കുട്ടി, ചക്കരക്കുട്ടി, കള്ളിപ്പെണ്ണേ, കള്ളിപ്പെണ്ണേ. നമ്മൾ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ വീടും ഹോസ്പിറ്റലൊക്കെ അടുത്തായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇവിടെ സിസ്റ്റേഴ്സ് പറഞ്ഞു അവർ നോക്കിക്കോളാം, വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് പോകാൻ മടിയായിരുന്നു. ഇച്ചായം പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അമ്മയും കൂടെ പോയി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയി. ഞാനിപ്പോൾ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. മെയിൻ സംഭവം, ഞാൻ എൻ്റെ മേക്കപ്പ് സെറ്റുകളെല്ലാം വീട്ടിൽ വെച്ചേക്കാണ്. അത് വേറെ എന്ത് മറന്നാലും മേക്കപ്പ് സെറ്റുകൾ മറക്കരുത്, എല്ലാം എടുത്തിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റിയ മേക്കപ്പ് ഇട്ട് തന്നെ പ്രസവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നടക്കുമ്പോഴൊന്നുമില്ല, ഇവരെല്ലാം വായിപ്പിക്കും. എന്നാലും എല്ലാം എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് നമുക്ക് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വരാനുള്ള കുറേ ഫോമും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് മേടിച്ചു. ദെൻ കുറച്ച് ബ്ലഡ് എടുത്തിട്ടുണ്ട്, നല്ലപോലെ ബ്ലഡ് എടുത്തു. ബ്ലഡ് ക്ലോട്ടിന് ടൈം അറിയാനായിട്ട് വേറെ കുറച്ച് എടുത്തു. പിന്നെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ നാളെ 1 മണിയാകുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നമ്മുടെ ബേബിയുടെ ലെങ്സൊക്കെ കുറച്ചുകൂടെ മെച്ചുവറാകാൻ വേണ്ടി എടുക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് പറയും. അതെല്ലാം കഴിഞ്ഞു. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതിന് കരച്ചിലൊക്കെ ആയിരുന്നു. സെറ്റായി. ഞാൻ ക്ഷീണം നടത്തിയിട്ട് ഞാൻ ഫുൾ ഹൈ ഓൺ എനർജിയിലേക്ക് വരും. ക്ഷീണമാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഒരു അഡ്മിഷൻ കിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കാം. നമ്മുടെ ഡെന്റൽ കിറ്റ്, സോപ്പ്, ടവൽസ്, ഷാമ്പൂ, നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും. പിന്നെ കുത്തുകളായിരുന്നു കയ്യിൽ. ഇന്ന് മൊത്തത്തിൽ
ഡേ 2 ആണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു. രാത്രിയിൽ ഹാർട്ട് ബീറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. 2 മണിക്കൊക്കെ സിസ്റ്റേഴ്സ് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഹാർട്ട് ബീറ്റൊക്കെ. ഇനിയിപ്പം ഇന്ന് രാവിലെ എണീറ്റു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ കോൾഡ് ഇപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്, മൂക്കൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ എപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ഇതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ECG എടുത്തു, എല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പം നാളെ ഇൻഡ്യൂസ് ചെയ്യും. നാളെ രാവിലെ ഉണ്ടാകത്തില്ല, എന്തായാലും ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേന് അവർ ഇൻഡ്യൂസ് ചെയ്യും. ഇന്നലെ നമുക്കപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡോസ് 1 ഇന്നലെ എടുത്തു. ഇന്ന് ഡോസ് 2 എടുത്തു. അപ്പം ആ പരിപാടിയും കൂടെ കഴിഞ്ഞു. ഇനിയിപ്പം നാളെ വൈകിട്ടാകുമ്പോൾ അവർ ഇൻഡ്യൂസ് ചെയ്യും. പിന്നെ PV ചെയ്യും. PV ചെയ്ത് ഡയലേഷനൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കും. നാളെ May 4th, May 5th നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എൻ്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് ചൈനയാണ് നിന്നത്. അമ്മയുടെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാനൊരു സെനിനെയാണ് കൂടെ നിർത്തിയത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. എല്ലാ കാര്യങ്ങളും സെറ്റപ്പായിട്ട് നോക്കാനും എല്ലാം നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് അങ്ങനത്തെ ചെയ്യും. പക്ഷേ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അതിനേക്കാളും അടിപൊളിയായിട്ട് ചെയ്തു. യൂഷ്വലി ഈ സമയത്തൊക്കെ നമുക്ക് അമ്മമാർ കൂടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ നല്ല സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു. ഞാനിപ്പം ഫുള്ളായിട്ട് സെല്ലിനെ തന്നെ നിർത്തണമെന്ന് ഓർത്തേക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് പുള്ളി വീട്ടിലേക്ക് പോയി. നമ്മുടെ ഹോസ്പിറ്റലും വീടൊക്കെ അടുത്തായതുകൊണ്ട് ഒരു എളുപ്പമുണ്ട്. അപ്പം വീട്ടിലേക്ക് പോയി. ഇനി വീട്ടിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വൈകിട്ട് അമ്മേനെയും കൂട്ടിയിട്ട് വരും. അപ്പം ബ്രദർ ഇപ്പോൾ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് നിധിയും അവളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ താഴ്ത്തറങ്ങി പോയി. അങ്ങനെ എന്നാലും കോൾഡ് കുറച്ച് മാറിയതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ വീട്ടിൽ ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക്. നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും, മൂക്ക് കടഞ്ഞാൽ ഭയങ്കര പാടില്ല. അപ്പോൾ ഇവിടെ എന്തായാലും വന്നതുകൊണ്ട് ഏതെങ്കിലും മെഡിസിൻസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടുണ്ട്. എപ്പോഴും മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ല. നമുക്കിങ്ങനെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇനി 2 ദിവസം കൂടെ ശിവമണി കള്ളിപ്പെണ്ണേ, അമ്മയുടെ കള്ളിപ്പെണ്ണേ, എന്തെടുക്കുക അവിടെ? ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. അമ്മ ലവ് യു സോ മച്ച്. ആവിപിടുത്തോ രാവിലെ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് May 4th. ആക്ച്വലി ഞാൻ ഇന്നാണ് യഥാർത്ഥമായിട്ട് ഇന്ന് രാവിലെ വന്നാണ് അഡ്മിറ്റ് ആകേണ്ടത്. പക്ഷേ വിധിയുടെ വിളയാട്ടം കാരണം ഞാൻ 2 ദിവസം മുന്നേ അഡ്മിറ്റായി. കാരണം കറക്റ്റ് സമയം ഇപ്പോൾ ഇടുന്നാന്ന് എനിക്കറിയില്ല. ഒരു കുഴപ്പമില്ലാതെ പയറ് പോലെ നടന്നു. എനിക്ക് നല്ല കോൾഡ് കിട്ടി. കോൾഡ്, മൂക്ക് അടഞ്ഞു, അങ്ങനെ കഫക്കെട്ട്, അങ്ങനെ ഇതായി. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ അഡ്മിറ്റ് ആയിക്കോ, ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു മെഡിസിൻ കാര്യങ്ങളൊക്കെ തന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-ാം തീയതി അഡ്മിറ്റായി. സോ 2, 3 ഇന്ന് 3-ാമത്തെ ദിവസം, 4-ാം തീയതി. അപ്പോൾ 2 ദിവസം ഇപ്പോൾ മൂക്കൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. കാരണം ഇവിടുന്ന് സ്റ്റീമിങ്ങും മെഡിസിൻസൊക്കെ തന്നുകൊണ്ട് എല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ 9:30 ആകുമ്പോഴേക്കും ഡോക്ടർ റൗണ്ട്സിന് വരും.
അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ എന്നുള്ള രീതി പറയും. ആക്ച്വലി ഇന്ന് ഇൻഡ്യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ May 5th എന്നുള്ള ആസ് ഓഫ് നോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ആ രീതി തന്നെ ആയിരിക്കും പോകുന്നത്. ഡയലേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് PV ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അവർ സംഭവങ്ങളൊക്കെ പറയും. പിന്നെ ഇവിടെ നല്ല ഈ മോണിറ്ററിംഗ് അടിപൊളിയാണ്. കാരണം വെളുപ്പിനാണെങ്കിലും 3 മണിക്ക് വന്നൊരു ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ബേബിയുടെ ചെക്ക് ചെയ്യും. നമ്മുടെ BP, ECG അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്കതിന് വലുതാണ്. നമ്മളിപ്പോൾ ബോഡി ഇച്ചിരി വീക്കാണെങ്കിൽ പോലും അവരെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ടെൻഷനില്ല. ഹോസ്പിറ്റലിൽ തന്നെയാണോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. വർഷം കൂടെ വരും. ഇന്നലെയൊക്കെ ഞാൻ നന്നായിട്ട് ഈ സമയത്ത് കിടന്ന് ഓർമ്മയായിരുന്നു. എത്ര വയസ്സിനാണ് 7:45 രാവിലെ. അപ്പം ഞാൻ ഇന്നലെയൊക്കെയാണ് കിടന്ന് ഓർമ്മ വരുന്ന സമയത്ത്. പക്ഷെ ഇന്നെന്തോ എനിക്ക് രാവിലെ ടെൻഷൻ ആയതുകൊണ്ടാണോ എന്തോ ഒരു ഇത്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് 7 മണിയാകുമ്പോൾ അവർ ചെക്ക് ചെയ്യാൻ വരും. ഇന്ന് വന്നപ്പോൾ ഞാൻ നല്ല ബ്രഷൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുവാണ്. പിന്നെ എനിക്ക് നല്ല പരവേശവും വിശപ്പോ ദാഹവും എന്തൊക്കെയോ. അതുകൊണ്ട് ഞാൻ ഇച്ചാനെ വിട്ട് ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി. അപ്പം ഇനി ചായയൊക്കെ കുടിച്ച് സെറ്റായി ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഡോക്ടർ വരുന്നതിന് ഇപ്പോൾ ഒന്ന് റെഡിയായി നിൽക്കണം. രാവിലെ ചിലപ്പോൾ അവർ PV ചെയ്യാൻ വേണ്ടി ലൈബ്രറി റൂമിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ അംഗം തുടങ്ങുകയാണ്. ഞാനിപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഹോസ്പിറ്റലിൽ കൂടെ അങ്ങോട്ടും കുറച്ച് ഇതിൻ്റെ ഫ്ലോറിൽ കൂടെ നടന്നു എക്സസൈസ്. പിന്നെ ഇപ്പം കുറച്ച് ബട്ടർഫ്ലൈ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. ചെറിയ എക്സസൈസൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. ഇന്നലെ എനിക്ക് 2 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ അത് നടക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ ഒന്നും നടന്നില്ല. ഇന്ന് തൊട്ട് എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ട് ഇത് ചെയ്യാം. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നടന്നു, കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് യോഗ സെറ്റപ്പൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് സുന്ദരിയായിട്ടിരിക്കാം. അങ്ങനെ ഡോക്ടർ നമ്മുടെ റൗണ്ട്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലേബർ റൂമിലേക്ക് വിടുവാണ്. നമുക്ക് PV ചെയ്ത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇലക്ഷൻ റിസൾട്ട് കാണുവാണ്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. PV കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ട്യൂബ് കത്തീഡ്രലിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം ഉണ്ടോയെന്ന് ചോദിച്ചേ 100 സ്കൂൾ നടക്കുന്നു. അയ്യോ, അങ്ങനെ ചാടിത്തുള്ളി പോയ ഞാനാണ് വന്നിരിക്കുന്നത്. ഒരു അലർജി ടെസ്റ്റ് ചെയ്തു. ആ സിറിഞ്ചിൻ്റെ വരെ എന്തൊരു വേദന. ഈശ്വരാ, എന്തായാലും മേക്കപ്പ് ഇട്ടാൽ നന്നായി. ഇനി എനിക്ക് മേക്കപ്പ് ഒന്നും ഇടാൻ തോന്നുന്നില്ല. എൻ്റെ മൂടൊക്കെ പോയി. എന്തായാലും കഴിഞ്ഞ വർഷത്തെ PV അത്ര വേദന ഇല്ലായിരുന്നു. പിന്നെ ട്യൂബ് ഇട്ടപ്പോഴത്തെ ഒരു പെയിനുണ്ട്, അതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് ട്യൂബ് തന്നെ റിമൂവായി പോകും. അപ്പോൾ നമുക്ക് ഡയറ്റേഷനുള്ള മെഡിസിൻ തരും. 6:30 ആകുമ്പോൾ ലേബർ റൂമിൽ കയറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ സ്യൂട്ട് റൂമാണ് പറഞ്ഞേക്കുന്നത്. എന്താവും എന്തോ. എന്തായാലും പെട്ടെന്ന് കൊച്ചിനെ കാണാം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോക്കറ്റ് ടൂൾസൊക്കെ ഇട്ടാൽ പോയത്, പക്ഷെ അതിടാൻ പറ്റിയില്ല. ഇവിടെ ചിലപ്പോൾ എൻ്റെ ചുണ്ടൊക്കെ വറ്റി. എന്ത് വേദനയാണെങ്കിലും മേക്കപ്പ് ഇടുക. ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമയം എനിക്ക് കറക്റ്റ് കോൾഡ് പിടിച്ചു. അതുകൊണ്ട് എൻ്റെ മൂക്കെല്ലാം അടഞ്ഞിരിക്കും. അതുകൊണ്ട് എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ലേബർ റൂമിൽ കയറ്റും. ഇതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. നമുക്ക് ഈ നേരത്തെ ഒരു പല്ലുവേദനയോ അതിൻ്റെ ചെവിവേദനയോ തൊണ്ടവേദനയൊക്കെ വന്ന് നമുക്ക് അറിയാമല്ലോ. ഇത് കുറേ വന്നിട്ടുള്ളത് നമുക്കിത് ഇങ്ങനെയായി പെയിൻ വരുന്നതെന്ന് അറിയാം. പക്ഷെ പ്രസവവേദനയുടെ മുന്നേ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക്. ടെൻഷനല്ല, നമ്മളെക്കൂടെ പറ്റുമോ ആ ഒരു സംഭവം. ഇനി എല്ലാവരും പ്രസവിക്കുന്നല്ലേ, പറ്റുമായിരിക്കും. എങ്ങനെയാണ് ഗൈസ് എൻ്റെ പുതിയ കോസ്റ്റ്യൂംസ്?
ഈ അഭ്യാസങ്ങളൊക്കെ നീ കുറച്ച് നേരത്തിനെ കാണിക്കാൻ പറ്റുള്ളൂ. പെയിൻ പറഞ്ഞാൽ ഒന്നും കാണിക്കത്തില്ല, നല്ല നന്നായിട്ടറിയാം. അതുകൊണ്ട് പെയിൻ വരെ ചെറിയ ചെറിയ പെയിൻക്കുള്ളൂ, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പെയിൻ വന്നു കഴിയുമ്പോൾ എന്താവും എങ്ങനെയാവും എനിക്കൊരു ഐഡിയ ഇല്ല. നിങ്ങളുടെ നോസിലാണെന്നിരിക്കുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട്. അയ്യോ, ആദ്യമാല വരെ ഊരിയെടുക്കുന്ന ഭർത്താവ്. ലേബർ റൂമിലേക്ക് പുറത്തിറക്കും. അതിൽ മേക്കപ്പ് ഒന്നും ഇട്ടില്ല. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ലേബർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനിയും പെയിൻ വരാൻ വേണ്ടിയുള്ള ടാബ്ലറ്റ്സ് കഴിച്ചിട്ടുണ്ട്. പെയിൻറ്റിങ് ആണ്. ഷൂട്ട് റൂം ആയതുകൊണ്ട് എല്ലാവർക്കും കയറാം. എല്ലാവരും എൻജോയ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നു. അപ്പുറത്താണ് ഞാൻ കിടക്കുന്നത്. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഈ റൂമിലോട്ട് വന്നതാണ്. പെൺകുഞ്ഞ് 5:09. ഇനാര INARA ഇനാര. സാറ SARA സാറ. സെൻ SEN